ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് കറി. ഞാൻ വന്നിരിക്കുന്നത് കുട്ടികൾക്കും അതുപോലെ പാവയ്ക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു പാവയ്ക്ക തോരൻ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഒന്ന് ഫുൾ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നു. അതുപോലെ ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞാനിവിടെ ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ആ പാവയ്ക്ക ഒന്ന് കൊത്തിയരിഞ്ഞെടുക്കണം. അപ്പോൾ പാവയ്ക്ക കൊത്തിയരിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ കുരു അധികം മൂക്കാത്തതാണെങ്കിൽ കുഴപ്പമില്ല, അത് നന്നായിട്ട് കൊത്തിയരിഞ്ഞെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് മൂത്തതാണ്, അപ്പോൾ അതിൻ്റെ ഒരു പാട്ടിൽ അധികം കുരുവൊന്നുമില്ല, മറ്റേ പാട്ടിൽ നിന്ന് കുരുവെല്ലാം കളയുന്നുമുണ്ട്. എന്നിട്ട് കൊത്തിയരിഞ്ഞെടുക്കുന്നുണ്ട്. ഇപ്പോഴേ പാവയ്ക്കയെല്ലാം നന്നായിട്ട് കൊത്തിയരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഒരു ക്യാരറ്റ് എടുക്കുന്നുണ്ട്. ക്യാരറ്റ് നന്നായിട്ട് കഴുകി തൊലിയൊക്കെ കളഞ്ഞെടുത്തതാണ്. ഇത് നന്നായിട്ട് കൊത്തിയരിഞ്ഞെടുക്കാം. തോരനൊക്കെ വെക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതിനായിരിക്കും നല്ല ടേസ്റ്റൊക്കെ ഉള്ളത്. നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റ് കൊത്തി അരിഞ്ഞെടുക്കുന്നതിനായിരിക്കും. ഇപ്പോഴേ ഇതിലേക്ക് ആവശ്യമായ ക്യാരറ്റും കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയും പച്ചമുളക് വേണം. ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുകെ കീറിയിടുന്നുണ്ട്. അപ്പോഴേ പച്ചമുളകൊക്കെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ട് എടുക്കണം. ഞാനിവിടെ നെടുകയാണ് കീറിയിട്ടത്. അപ്പോൾ നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അത് വട്ടത്തിൽ അരിഞ്ഞിട്ടാൽ മതി, ചെറുതായിട്ട്. ഇതിലേക്ക് ഒരു വലിയ സവാളയുടെ ഒരു ഹാഫ് പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ആ സമയത്ത് എൻ്റെ കയ്യിൽ കൊച്ചുള്ളി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് പിന്നെ സവാള ഇട്ടത്. പാവയ്ക്കയുടെ കയ്പ്പ് കുറയ്ക്കാനുള്ള വേറൊരു ടിപ്സാണ്. പാവയ്ക്ക കൊത്തി അരിഞ്ഞ് വെച്ചിട്ട് അതിലോട്ട് ഉപ്പ് വിതറിയിടണം. ശകലം ഉപ്പ് മതി. എന്നിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് പിന്നെ പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് തോരൻ ഇതുപോലെ ചെയ്താൽ പാവയ്ക്കയുടെ കയ്പ്പ് വളരെ കുറവായിരിക്കും. അങ്ങനെയും ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നീട് ശകലം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഒരു കപ്പ് ഒരു ശകലം തേങ്ങയുടെ ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ഉപ്പൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ യോജിപ്പിച്ച് എടുക്കുന്നുണ്ട്. ഇങ്ങനെ ക്യാരറ്റോട് ഇട്ട് എടുക്കുമ്പോൾ ഇതിൻ്റെ കയ്പ്പ്, പാവയ്ക്കയുടെ കയ്പ്പൊന്നും അറിയത്തില്ല. കൊച്ചു കുട്ടികൾക്ക് പോലും ഇത് ഇഷ്ടമാകും. അതുപോലെ പാവയ്ക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇത് ഇഷ്ടമാകും. ഇവിടെ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ അവർ കഴിക്കാറുണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് പറയണം. അപ്പോഴേ പാവയ്ക്ക ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റുന്ന പോലെ ഒന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം ഒന്ന് ഒതുക്കി വെക്കുന്നു. ഒതുക്കി വെച്ചിട്ട് അടപ്പ് കൊണ്ട് അടച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ അടച്ചു വെച്ച് വേവിക്കുന്ന സമയത്ത് പാവയ്ക്ക അടി പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഗ്യാസ് സിമ്മയിലായിരിക്കണം. ഞാനിവിടെ സിമ്മയിലാണ് വെച്ച് കൊടുത്തത്. അങ്ങനെ നമുക്ക് വേവിച്ചെടുക്കാം. ഇതിനി വെന്തോ നോക്കാം. നമുക്ക് ഇതിൻ്റെ അടപ്പ് മാറ്റിയിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടേ. ഈ സമയത്ത് ഉപ്പൊക്കെ ആവശ്യത്തിനാണോ നോക്കണം, ഇല്ലെങ്കിൽ ശകലം കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്ത ഉപ്പൊക്കെ കറക്റ്റായിരുന്നു.
ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലോട്ട് എടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.